ഇടുക്കി പൂപ്പാറയിലെ ആയുർവേദ ആശുപത്രി അവഗണനയുടെ പിടിയിലെന്ന് ആക്ഷേപം. കുടിവെള്ളമില്ലാത്തതും ആശുപത്രി കെട്ടിടങ്ങളിലെ സാമൂഹിക വിരുദ്ധ ശല്യവുമാണ് ആശുപത്രിയെ രോഗാതുരമാക്കുന്നത്. കുടിവെള്ളമില്ലാത്തതും സാമൂഹ്യ വിരുദ്ധ ശല്യവുമാണ് ജീവനക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. വെള്ളം കൃത്യമായി കിട്ടാത്തതിനാൽ ദൂരസ്ഥലങ്ങളിൽ നിന്നും വെള്ളം എത്തിച്ചാണ് പൂപ്പാറ ആശുപത്രിയിൽ മരുന്നുകൾ നിർമ്മിക്കുന്നത്. ഉൾപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്കായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം ാണ് അന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന എൻ സുന്ദരൻ നാടാർ ആശുപത്രി ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് കെട്ടിടം വിപുലീകരിക്കുകയും കിടത്തി ചികിത്സയ്ക്ക് വേണ്ടി പുതിയ ബ്ലോക്ക് തുറക്കുകയും ചെയ്തു. എന്നാൽ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാത്തതു കാരണം ഇന്നും കിടത്തി ചികിത്സ ഇവിടെ നാട്ടുകാർക്ക് ഒരു സ്വപ്നം മാത്രമാണെന്നും പരാതിയുണ്ട്. പിന്നെ ഞങ്ങളിവിടെ രാവിലെ സ്ഥാപനത്തിൽ 9 മണിയാകുമ്പോൾ തന്നെ ഡോക്ടറുണ്ട്, മറ്റ് സ്റ്റാഫുകൾ എല്ലാവരും ഇവിടെ എത്തുന്ന സമയത്ത് വളരെ സാമൂഹ്യ വിരുദ്ധര് ഇവിടെ കടന്നു വന്ന് മദ്യക്കുപ്പികളും ബിസ്ക്കറ്റ് അച്ചാറിന്റെ പാക്കറ്റുകൾ അങ്ങനെ വളരെ മോശമായ രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ നടക്കുന്നതിന്റെ തെളിവുകൾ ഇവിടെ കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ സമയം 2 മണി വരെയാണ്. ആ 2 മണി കഴിയുന്ന സമയത്ത് ഞങ്ങൾ സ്റ്റാഫുകൾ പിന്നെ ഇവിടെ ആരും കാണാറില്ല. മരുന്നുകൾക്ക് വേണ്ടി എല്ലാ വർഷവും പഞ്ചായത്ത് നല്ലൊരു തുക ആശുപത്രിക്ക് വേണ്ടി നീക്കിവെക്കുന്നുണ്ടെങ്കിലും ഫലപ്രദമായി ഉപയോഗിക്കാൻ വേണ്ട സൗകര്യം ആശുപത്രിയിൽ ഇല്ലെന്നും ആക്ഷേപമുണ്ട്. കർക്കിടക മാസത്തിൽ നിരവധി ആളുകൾ ചികിത്സ തേടിയെത്താനിടയുണ്ടെങ്കിലും കിടത്തി ചികിത്സയില്ലാത്തത് എല്ലാം പ്രതിസന്ധിയിലാക്കുന്നതായും നാട്ടുകാർ പറയുന്നു. സന്ദീപ് രാജാക്കാടിനൊപ്പം റിപ്പോർട്ടർ ഇടുക്കി.